ചിക്കുൻ്റെ പിറന്നാൾ സദ്യയുടെ വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ എടുക്കുന്നത്. അപ്പോൾ പിറന്നാളിന് ദേ രാവിലെ എല്ലാ പച്ചക്കറികളും അരിഞ്ഞ് സാമ്പാർ, അവിയൽ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും അരിഞ്ഞ് റെഡിയാക്കി ഞങ്ങൾ ദേ കുളിച്ച് അമ്പലത്തിൽ പോയിട്ടോ. അതിനുശേഷം അമ്പലത്തിൽ ചെന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും എല്ലാം എടുത്തു, വഴിപാടൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് വന്ന് ദേ ബാക്കിയുള്ള പണികളിലേക്ക് കിടന്നു. നാളികേരം ഉടയ്ക്കണോ, ചിരകണോ, പിഴിയണോ, അതിൻ്റെ അപ്പുറത്ത് ഞാൻ നിന്ന് കറികൾ ഉണ്ടാക്കണോ, അങ്ങനെയുള്ള വിശേഷങ്ങളാണ് കേട്ടോ. നിങ്ങളുടെ വീട്ടിലെങ്ങനെയാണ് സദ്യ ഉണ്ടാക്കുമ്പോൾ എല്ലാവരും ഒന്നിച്ചാണോ പണിയെടുക്കണേ? ഇതുപോലെ നാളികേരം ചിരകലും പിഴിയലൊക്കെ അച്ഛൻ്റെ ഡ്യൂട്ടിയാണ് കേട്ടോ. ഞങ്ങൾ ഒന്നിച്ചാണ് എല്ലാ പണികളും ചെയ്യാറ് കേട്ടോ. അങ്ങനെ നാളികേരം ചിരകി ദേ അവിയലടപ്പത്ത്, ഇഷ്ടു അടുപ്പത്ത്, അങ്ങനെ ദേ ഒരാളിരുന്ന് നാളികേരം ചിരകണം. പായസത്തിലേക്കാണ് കേട്ടോ നാളികേരം, പിന്നെ കറികളിലേക്കും. അങ്ങനെ അവിയലിലേക്കുള്ള നാളികേരം ചിരകി കഴിഞ്ഞപ്പോൾ ഞാൻ അതിന് കുറച്ചെടുത്ത് നാളികേരം, ജീരകവും അങ്ങനെ എല്ലാ സാധനങ്ങളും ഇട്ട് മിക്സിയിലൊന്ന് കറക്കി അവിയലിലേക്ക് ചേർക്കുകയാണ്. അവിയൽ പിന്നെ എളുപ്പമുള്ള പണിയാണല്ലോ. ജസ്റ്റ് വെറുതെ അവിയലിലേക്ക് ആ നാളികേരം ചേർത്തു, കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു, അതിന് ശേഷം കുറച്ച് വേപ്പിലിട്ടു, ജസ്റ്റ് ഒന്ന് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ഇളക്കിയെടുക്കാം. അത്രേ ഉള്ളൂ അവിയലിൻ്റെ പണി കഴിഞ്ഞു. അതിന് ശേഷം ദേ എലിശ്ശേരി ദേ നാളികേരം അരച്ച് ചേർത്തു. അത് കഴിഞ്ഞ് പിന്നെ നാളികേരം കടുക് പൊട്ടിച്ച് കുറച്ച് നാളികേരം വറുത്ത് അതിലേക്ക് ഇടാം. അങ്ങനെ എലിശ്ശേരിയും റെഡി. അതിന് ശേഷം ദേ അടുത്ത പണിയിലേക്ക് കേട്ടോ. അടുത്ത ദേ നാളികേരം ചിരകി പിഴിയണ പരിപാടി. അത് അച്ചയുടെ പണിയാണ് കേട്ടോ. നാളികേരം ചിരകി പിഴിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒന്നൊന്നര പണിയാണ്, നമുക്ക് പറ്റാത്ത പണിയാണ്. അങ്ങനെ പായസത്തിലേക്ക് 1-ാം പാല്, 2-ാം പാല്, 3-ാം പാല്, അങ്ങനെ 3 പാലുകളും പിഴിഞ്ഞ് എടുക്കേണ്ട ഒരു ഡ്യൂട്ടി ഉണ്ട് കേട്ടോ. ഇതെന്നും അച്ഛൻ്റെ ഒരു പണിയാണ് കേട്ടോ. അച്ഛനത് താല്പര്യത്തോടു കൂടി ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒപ്പം ഞാൻ അവിടെ കറികളൊക്കെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ പാലുകളെല്ലാം പിഴിഞ്ഞ് കഴിഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് ഇതേ എൻ്റെ സാമ്പാർ കൂട്ടാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സാമ്പാറിൽ ഇതേ വറുത്തിട്ടു, അത് കഴിഞ്ഞ് ഇതേ വേപ്പിലിട്ടു, മല്ലിത്തൈ ഇട്ടു, അതിൻ്റെ പരിപാടി കഴിഞ്ഞു. അങ്ങനെ ദേ പായസത്തിൻ്റെ പരിപാടിയും റെഡിയായി. അങ്ങനെ ഞങ്ങളുടെ സദ്യയെല്ലാം റെഡിയായി കഴിഞ്ഞു. അതേ ഭക്ഷണം കഴിക്കാൻ റെഡിയായി, ഇലയ്ക്കിട്ട് റെഡിയായിരിക്കും. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു. അങ്ങനെ സദ്യയെല്ലാം കഴിഞ്ഞു. ഇതാണ് കേട്ടോ പിറന്നാൾ വിശേഷം. ഇത്രയേ ഉള്ളൂ. ബായ്.